ഇപ്പോൾ ഈ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ ഒരു ചടങ്ങിനെ കുറിച്ച് പറയുമ്പം അവിടെ അതിൻ്റെ മറവിൽ വേറെ പലതും നടക്കുന്നുണ്ട്. ഈ ആണെന്ന് പറയുന്നതില് ഒരു 90% ആളും ബൈസെക്ഷൽ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സച്ച് ബൈസെക്ഷൽ ആണ്. യെസ്, 100%. ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ. അതെനിക്കൊരു ഇൻസ്പിറേഷൻ ആണ്. ചടുകുടു എന്ന് പറഞ്ഞ തെറികളുടെ ഒരു അഭിഷേകം നടത്താറുണ്ട്. എങ്ങനെ തെറികൾ പഠിച്ചത് നിങ്ങൾ ഇത്ര അധികം? എന്റെ അമ്മയ്ക്ക് നല്ലൊരു മകനായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല ഈ സമയം വരെ. അവ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇനി നിന്റെ കൂടെ ഫോട്ടോ എടുത്ത് എന്നെയും പറയില്ലേ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര മോശക്കാരനാണെങ്കിലും നമുക്ക് സമൂഹത്തിൽ നിന്നാലും ആളുകളിൽ നിന്നാലും അംഗീകാരം കിട്ടും, നമുക്ക് റെസ്പെക്ട് കിട്ടും. ഹലോ ആൻഡ് വെൽക്കം ടു എയിം ഫ്രൈം മീഡിയ. സോ ഇന്ന് എന്നോടൊപ്പം കവിയുണ്ട്. സോ ഞാൻ വിനായക്. ആൻഡ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിക്കാന്ന് പറയില്ലേ, ചില കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കത്തിക്കുന്ന ഒരു ആളാണെന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. നമുക്കൊന്ന് കത്തി കയറിയല്ലോ ആളായിട്ട്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ പറ്റിയ ഒരാളാണ്. സോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. സഞ്ജു അല്ലേ? സച്ചു. യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ ലുക്ക് അമേസിങ്. കുഴപ്പമില്ല, ചുമ്മാ ഒന്ന് തള്ളാലോ നമുക്കല്ലേ. പക്ഷെ ഈ ലുക്കിനെ കുറിച്ചാണ് കൂടുതലും കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കമന്റ്സ് വരാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു ലുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അങ്ങനെയല്ല, മറ്റുള്ളവർ എന്ത് പറയുന്നൊന്നല്ലല്ലോ, നമുക്ക് കംഫർട്ടബിൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു അതനുസരിച്ച് നടക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഡ്രസ്സിലായിരുന്നെങ്കിലും ഹെയർ സ്റ്റൈലിലാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഇഷ്ടം, നമ്മുടെ ചോയ്സ്, അത്രേ ഉള്ളൂ. ആ കമ്മൽ, മാല, ഒപ്പം തന്നെ കയ്യിൽ കിടക്കുന്ന ആഭരണങ്ങള്, സോ ഇതെല്ലാം ഇങ്ങനെ ചൂസ് ചെയ്തെടുക്കുന്നതാണോ, അല്ലെങ്കിൽ പോയിട്ട് നമ്മൾ അങ്ങനെയല്ല, എവിടെയെങ്കിലും പോയാല് നമുക്ക് ഇഷ്ടപ്പെട്ടാല് മേടിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നടക്കുന്നതിന് ഒരു ഫെമിനൈൻ ടച്ച് ഉണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മള് കമന്റ് സെക്ഷനിലും അങ്ങനെ പലർക്കും പല ഇഷ്ടങ്ങളാണ്, പലരും പല രീതിയിലാണ് നടക്കുന്നത്. നമുക്ക് അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ എനിക്ക് എന്തായാലും ലേഡീസ് യൂസ് ചെയ്യുന്ന ടൈപ്പ് വള, മാല എല്ലാം ആ ഒരു ടൈപ്പായിട്ട് തോന്നുന്നു. അതെന്തിനാ അങ്ങനെ തന്നെ നോക്കിയെടുക്കുന്നത്? അങ്ങനെയല്ല, എങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, എന്റെ ഇഷ്ടത്തിന് കാണുന്നത് പേടിക്കുക, യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പൊ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നല്ലല്ലോ, നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ നടത്തേണ്ടത്, അത്രേ ഉള്ളൂ. ഇപ്പം ആളുകൾ പറയുന്ന ആ ഒരു കാര്യം ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചത് എന്തായിരിക്കും? ശരിയാണോ എന്ന് ചോദിച്ചാല് ചിലപ്പോ ഒരു പരിധി വരെ ശരിയായിരിക്കാം. അപ്പൊ ആളുകൾ അങ്ങനെ പറയുമ്പോ താങ്കൾക്ക് ഒന്നും തോന്നാറില്ല, ഇത് വേണ്ട, അങ്ങനെ ഒന്നും തോന്നാറില്ല. അങ്ങനെ തോന്നിയിട്ട് എന്താ കാര്യം? മറ്റുള്ളവർ തോന്നലല്ലോ നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കുന്നല്ലേ. മറ്റുള്ളവർ തോന്നൽ അവരെ വഴിക്ക് വിടുക. മറ്റുള്ളവർ തോന്നലിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ അഭിനയിക്കല്ലേ ജീവിതത്തില്. ഇപ്പൊ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് നമ്മൾ ജീവിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് എന്ത് കാര്യത്തിലാണെങ്കിലും. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇനി സച്ചുവിന്റെ ഉള്ളിൽ ഒരു സ്ത്രീ ഉണ്ടോ? ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു മാറ്റം വേണമെന്നൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇതുവരെ ഈ നിമിഷം വരെയും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, അങ്ങനില്ല. പക്ഷെ ഇപ്പം എനിക്കടക്കം പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് നമ്മളിപ്പോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടിട്ടുള്ളത് തന്നെ, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ നേരിട്ട് കാണുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അപ്പൊ നിങ്ങളുടെ കാഴ്ചയുടെ പ്രശ്നമാണ്. അല്ല, അങ്ങനെ ഒരു ഫെമിനൈൻ ടച്ച് കൊണ്ടുവരാനായിട്ട് താങ്കൾ ശ്രമിച്ചിട്ടാണോ അത്? അതായത് അങ്ങനെ ഞാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഇനി എന്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ വന്നിട്ടുള്ളതാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൊഫഷൻ ഞാന് ബേസിക് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോ ഒരു 4-5 മാസമായിട്ട്, ഒരു 6-7 മാസമായിട്ട് നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഒരു 3 മാസമായിട്ട് ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഇപ്പൊ നാട്ടിൽ നിൽക്കേണ്ട ഒരു പരിപാടിയാണ്. ഞാനൊരു കുഞ്ഞുനാൾ ഒരു 19 വയസ്സ് കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോയതാ. അപ്പൊ ഇപ്പൊ നാട്ടിൽ നിൽക്കണമെന്ന്, ഇപ്പൊ നാട്ടിൽ എങ്ങനെ തന്നെ നിൽക്കുന്നു, നൈസാണ്. ഒരു ഷോപ്പുണ്ട്, ഓമാസ് ഡിസൈൻസ്. അതിപ്പോ ഇങ്ങനെ ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ട് നന്നായിട്ട് തന്നെ പോകുന്നു. അല്ലല്ലല്ല, ഇപ്പൊ പണ്ട് മുതലേ ഉള്ളൊരു എൻ്റെ ഒരു ഡ്രീമാണ്, ഒരു നമ്മുടെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് അങ്ങനെ എന്തെങ്കിലും വേണമെന്ന്. അങ്ങനെ അതിന്റെ പുറത്ത് എൻ്റെ അമ്മയുടെ പേരിൽ തുടങ്ങിയാണ്. അമ്മയുടെ പേര് ഓമന എന്നാണ്. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ ഓമാസ് എന്ന പേരിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ദുബായിൽ എന്തായിരുന്നു? ദുബായില് ബേസിക് ഞാൻ ജോബൊന്നും ആയിട്ടില്ലായിരുന്നു. സോഷ്യൽ മീഡിയ തന്നെ യൂസ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, കാറ്ററിങ്, ഡ്രൈവിങ്,
അങ്ങനെ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. ദുബായിലോ? ദുബായി പോയിട്ട് പിന്നെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ നാട്ടിൽ തിരിച്ചു വരിക ചെയ്തത്. ദുബായിൽ പോയിട്ടാണ് സാഹസികമായിട്ടുള്ള വീഡിയോസ് ഒക്കെ പുറത്തു വന്നത് അല്ലെ കവ്യ? എന്ന് പറയുമ്പോ സച്ചുവിന്റെ കൂടെ നമുക്ക് വേറൊരാളെയും കൂടെ ചേർക്കേണ്ടി വരും അല്ലെ? ബി ചേച്ചി. ശരിക്കും എന്താണ് കക്ഷിയുടെ പ്രത്യേകത എന്താ? കക്ഷി എന്ന് വെച്ചാല് ആള് എനിക്ക് ഫീൽ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു 100% ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ആളിന്റെ ഒരു ലൈഫ് ജീവിച്ചു തീർക്കുന്നത്. കാരണം നമുക്കൊരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാനും ആളും അടുത്തടുത്താണ്. ബുർജുമാൻ കരാം, ഒരു മെട്രോ സ്റ്റേഷൻ 2 മിനിറ്റേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കും, അങ്ങനെ ഞാൻ പോവും. അവിടെ ആ റൂമില് എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനാണ് ഉള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും പോവാറുണ്ട്. ഇപ്പൊ നമ്മളിപ്പം ഫ്രണ്ട്സിന്റെ ഫംഗ്ഷൻ ഒക്കെ വിളിച്ചാൽ ഞങ്ങൾ ഒരുമിച്ചാണ് പോവാറ്. അപ്പൊ അങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന അത്രേ ഉള്ളൂ. ഒരു അമ്മ മകൻ എന്ന രീതിയിൽ അങ്ങനെയൊന്നുമില്ല, അത്രയ്ക്കൊന്നും പ്രായമൊന്നുമില്ല. അല്ല, പക്ഷെ താങ്കൾ ചിത്രീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ, എന്റെ അമ്മയെ പോലെ, അല്ലെങ്കിൽ അമ്മയല്ല, എന്റെ ഒരു കൂടപ്പിറപ്പ്, അതാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിലുള്ള വീഡിയോസ് ഒക്കെ പുറത്തു വരുന്ന സമയത്ത് ഇപ്പം ആൾക്ക് ഓൾറെഡി ഉള്ളതൊരു നെഗറ്റീവ് ഇമേജ് ആണ്. ആ നെഗറ്റീവ് ഇമേജിനെ യൂസ് ചെയ്യാൻ കരുതിയിട്ടാണോ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പും വീഡിയോസും കാര്യങ്ങളും ഒക്കെ? ഒരിക്കലില്ല. നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മള് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് അവര് വ്യക്തി ലൈഫിൽ എന്തും ആയിക്കോട്ടെ, അവരിപ്പോ മോശക്കാരാണോ അങ്ങനെ ഞാനൊരു ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്റെ ഇഷ്ടത്തിനാണ്. അവരുടെ ലൈഫിൽ അവർ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിച്ചിട്ടല്ല. അവരിപ്പോ മോശമായിക്കോട്ടെ, എന്നോട് എന്ത് ചെയ്യുന്നു, റെസ്പെക്ട് എന്ന ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. അപ്പൊ എനിക്ക് തരുന്നത് ഞാൻ തിരിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്നോട് മോശമായിട്ട് ഇന്നേരെ പെരുമാറിയിട്ടില്ല, ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നു, ഞാനും അതുപോലെ തിരിച്ചു പെരുമാറുന്നു. ഇപ്പൊ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള വീഡിയോസ് വരുമ്പോഴാണെങ്കിലും അതിന് താഴെ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അതെ അത് എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. കാഴ്ചക്കാർക്ക് എന്ത് പറയാലോ, ഒരുപാട് എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അതെല്ലാം കാഴ്ചക്കാരുടെ പ്രശ്നമല്ലല്ലോ, ഓൾറെഡി അവരായ ഒരു ഇമേജിൻ അങ്ങനത്തെ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണല്ലോ. അതിങ്ങനെ കാഴ്ചക്കാർ പറയുന്നത് അത് എല്ലാവരും അവരുടെ മനസ്സിലെ ചിന്താഗതിയല്ലേ, എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ അവരെത്ര മോശമാണെങ്കിലും നമുക്ക് അവരോട് നല്ലൊരു റിലേഷൻ വെച്ചൂടെ? എന്നെ അങ്ങനെ കാണുന്നത്, ഒരു കൂടെ പറപ്പുന്ന രീതിയിൽ അങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു. സച്ചിന്റെ അടുത്ത് ഇപ്പൊ ഫസ്റ്റ് സംസാരിച്ചപ്പോ സച്ചു ഇപ്പൊ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അമ്മയുടെ പേര് വെച്ചിട്ട്. അപ്പൊ അമ്മേനോടും അങ്ങനെയുള്ള നമ്മുടെ ബന്ധങ്ങൾക്ക് അത്ര വാല്യൂ കൊടുക്കുന്ന ആളാണെന്ന് തോന്നി. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ ബിജിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിജി പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്ന പല കാര്യങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആള് ചെയ്യുന്ന ജോലി ഇന്നതാണ്, അതിന്റെ ഒരു റിവ്യൂ പറയുന്ന പരിപാടിയാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഉപദേശിക്കാം, അത് തെറ്റാണ്, അങ്ങനെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി ഉണ്ടാവും. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം അതുകൊണ്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. റിവ്യൂ പറഞ്ഞിട്ട് അല്ല, അങ്ങനെ ഒരു ജോബ് ചെയ്തിട്ടാണ് ആള് അവരെ കുടുംബം നോക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിലും അല്ലാതെ ഒരുപാട് പ്രോസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പക്ഷെ അവരാരും ഞാൻ ഒരാളെ ഉപദേശിക്കാൻ ഞാൻ വലിയ ഒരാളല്ല. കാരണം അത്രയും അവളെ ഉപദേശിച്ച് നേരെയാക്കാണ്ട ഒരു ഇതൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതൊന്നും ശ്രദ്ധിക്കല്ല, അതാണ് സത്യം. ഒരാളെ നമ്മൾ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമോ ഒരാൾക്ക്? സ്വയം കണക്റ്റഡ് ആവുന്ന എങ്ങനെയാ ദുബായിൽ പോയിട്ട്? എനിക്കില്ല, എനിക്ക് വേറെ ആളറിയാം. ഒരു 6-7 വർഷത്തെ ബന്ധമുണ്ട് ആളുമായിട്ട്. അങ്ങനെ ദുബായി പോയിട്ട് ആള് പുറത്തുനിന്ന് ഒരാളുടെ കൂടെ വീഡിയോസ് ചെയ്യുന്ന എന്റെ കൂടെ മാത്രമാണെന്ന് തോന്നുന്നു. വേറെ പുറത്തുനിന്ന് ഒരാളുടെ കൂടെ വീഡിയോസ് ചെയ്യില്ല, എന്റെ കൂടെ മാത്രമേ ചെയ്യുന്നത്. അപ്പൊ ആൾക്ക് അത്രയും കംഫർട്ടബിൾ ആണ് ഞാൻ. അപ്പൊ എനിക്കും അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ്. ഓക്കെ, ഈ ട്രെൻഡൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡിലേക്ക് വരാം. ഇതൊക്കെ എങ്ങനെ ആഷിന്ന് പഠിച്ചതാണ്? ആഷിയായിട്ട് ഒരു കണക്റ്റഡ് ഉണ്ടല്ലോ? ഒരിക്കലില്ല, ആഷി നമ്മള് ഇതിപ്പോ ആഷി ഇങ്ങനെയാണ് നടക്കുന്നത്. ആഷി ഓൾമോസ്റ്റ് നമുക്കറിയാലോ എത്ര ബ്യൂട്ടിഫുൾ ആണ് ആഷി. ഹാൻസം ആണ്. ആഷി ഇതേപോലെ അല്ലേ നടക്കുന്നത്? അങ്ങനെയല്ല. പക്ഷെ അവര് പുതിയ ട്രെൻഡുകൾ ആഷിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് സച്ച് ശ്രദ്ധിക്കാറുണ്ടോ? എപ്പോഴും ഞാൻ മറ്റൊരാളെ അനുകരിച്ച് ഞാൻ ഒന്നും ചെയ്യാറില്ല. എനിക്ക് എന്താണ് ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് തെറി വരാറുണ്ട്, ഒരുപാട് നെഗറ്റീവ് വരാറുണ്ട്. എന്റെ ഈ ഹെയർ സ്റ്റൈൽ എന്നെ വർഷങ്ങളായിട്ട് ഞാൻ തെറിവിളി കേൾക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അത് ഞാൻ ഇന്നേ വരെ മാറ്റിയിട്ടില്ല. എന്റെ ഇഷ്ടമാണ്, എനിക്കിതാണ് കംഫർട്ടബിൾ, അങ്ങനെ ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ്. ഈ പലപ്പോഴും തോന്നിയിട്ടില്ല, ഇപ്പം സച്ച് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരുണ്ട് ഇതുപോലെ. ഞാൻ പേഴ്സണലി പറയാം, എനിക്ക് കാണുമ്പോൾ തോന്നാറ് ഭയങ്കരമായിട്ട് കോമാളികളാവുന്ന ആ ഒരു രീതി തന്നെയാണ് നമ്മളെ പോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ.
അപ്പൊ നിങ്ങൾ മാത്രം പറയുമല്ല, കാണുമ്പോ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് സ്വയം ഇത് തോന്നാറില്ല? നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കോമാളിത്തനായിട്ട്? എന്ത് അല്ല, ഞങ്ങളുടെ എന്ത് സംഭവം നിങ്ങൾക്ക് കോമാളിത്തനായിട്ട്? അതാദ്യം പറയും. ഒരുപാട് കളിയാക്കുന്നുണ്ട് നിങ്ങൾ. ഇപ്പം ലുക്ക് വൈസ് വെച്ച് പറയുന്നുണ്ട്, ചിലപ്പം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ബോഡി ഷേമിംഗ് ആണോ? ബോഡി ഷേമിംഗ്. അപ്പം ഇത്രയൊക്കെ നോക്കുമ്പോൾ നമുക്കൊന്ന് മാറി നോക്കിയാലോ? അപ്പൊ നമുക്ക് ഈ ചീത്ത പറയുന്നവരെല്ലാം നല്ലത് പറയില്ലേ? അങ്ങനെ ചിന്തിച്ച് നോക്കാറില്ലേ? ഇപ്പം അങ്ങനെ ചോദിച്ചാല് മാറ്റമാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ എന്താണോ, ഞാൻ എന്താണോ. ചിലർക്ക് എങ്ങനെയുണ്ടാ, എന്ത് വേണേ പറഞ്ഞോട്ടെ, എനിക്ക് ആ നെഗറ്റീവ്, ചിലർ ആ നെഗറ്റീവ് കേട്ട് കേട്ട് മാറുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മാറിക്കോട്ടെ, മാറുന്നവര് മാറിക്കോട്ടെ. ഇപ്പം എനിക്കറിയാം, ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കോമാളിത്തരം ചെയ്യുന്നല്ലാതെ അതിനേക്കാളും പുറത്ത് എന്തോരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്, എന്തോരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇല്ലേ? അതൊക്കെ നേരെയാക്കട്ടെ അതൊക്കെ നേരെയാക്കിയിട്ട് നമ്മൾ പറയുന്നതിൽ തെറ്റ് ശരി. നമ്മളിപ്പം മറ്റൊരാൾക്കൊരു ദ്രോഹം ചെയ്യുന്നില്ല, ഇതിങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ദ്രോഹം ചെയ്യുന്നില്ല. അല്ല, നമ്മുടെ സമൂഹത്തിൽ ഇപ്പം തന്നെ നമ്മുടെ കണ്ടില്ലേ, 1.5 വയസ്സുകാരനെ എന്ത് സംഭവിച്ചാൽ ജാമ്യത്തിൽ ഇറങ്ങില്ലേ? അത്രയൊക്കെ ഉള്ളൂ സംഭവം. തെറിവിളികൾ ഇങ്ങനെ നിരന്തരമായിട്ട് കൂടുമ്പോഴേ താങ്കൾക്ക് എന്ത് തോന്നാറതില്? തെറിവിളി എന്ന് വെച്ചാല് ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ തെറി വരുന്നത്. ഫേസ്ബുക്കിൽ എന്ന് വെച്ചാൽ അത് കൂടുതൽ ഒരു 40+ ആൾക്കാരാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവർക്ക് മടുത്തിട്ട് വിളിക്കുന്നത്, മടുത്തിട്ട് ഞാൻ പറഞ്ഞ എന്നെക്കാളും മോശമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് പോസിറ്റീവ് കമന്റ് ആണ് വരുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്നതിലല്ല, ഞാനെന്ന വ്യക്തിയെ ഉദ്ദേശിച്ച് വിളിക്കുന്നതാണ്. ഞാൻ ചെയ്യുന്ന കോമാളിത്തനത്തില്ല, ഞാനെന്ന വ്യക്തി അവനെ പറയണം, അവനെ തെറി വിളിക്കണം, അവനെ തെറി വിളിച്ചാലേ ഞങ്ങൾക്ക് സമാധാനമുള്ളൂ എന്ന് കരുതിയിട്ട് വിളിക്കുന്നതാണ്. അല്ലാതെ അവർക്ക് എന്നോട് വേറെ തോന്നിയിട്ടില്ല അങ്ങനെ വിളിക്കുന്നത്. ഫേസ്ബുക്കിലെ ഏറ്റവും കൂടുതൽ ഈ 40+ ആൾക്കാരുള്ളതെന്ന് തോന്നുന്നു, അവരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വിളിക്കുന്നത്. അവരുടെ ഫ്രസ്ട്രേഷൻ അത്രയുള്ളൂ. കാരണം പ്രത്യേകിച്ച് കൂടുതൽ ഈ പ്രവാസികളാണെന്ന് തോന്നുന്നത്. പ്രവാസികൾ അങ്ങനല്ല, അവരിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നിരുന്ന് 2 അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരു ഇതുണ്ടാവില്ല, നമ്മളെ കാണുമ്പം അതിന്റെ തെറി എഴുതി വിടാം, അവർക്കൊരു സന്തോഷം. അത്രേ ഉള്ളൂ, അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ ഇതൊക്കെ. പ്രവാസികളല്ല ഏറ്റവും കൂടുതൽ പറയുന്നതല്ല, എനിക്ക് അത് ഒരുപാട് തെറി, ടിക്ടോക്കിൽ ഒരുപാട് തെറി തന്നെ. ടിക്ടോക്കിൽ കൂടുതലും പ്രവാസികളാണല്ലോ, അപ്പൊ ആ ബേസിൽ ഞാൻ പറഞ്ഞാണ്. അവർക്ക് ഇങ്ങനെ നമ്മളെ കാണുമ്പോ പിന്നെ സ്നേഹിക്കുന്നവരുണ്ട് കേട്ടോ ഒരുപാട്. നിങ്ങൾ ഈ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അത് ആ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾ ഭാഗമാവാറുണ്ട്. ചടുകുടു എന്ന് പറഞ്ഞ തെറികളുടെ ഒരു അഭിഷേകം നടത്താറുണ്ട്. എങ്ങനെ തെറികൾ പഠിച്ചത് നിങ്ങൾ ഇത്ര അധികം? ഞാൻ തെറി വിളിക്കുന്നുണ്ട് ലൈവില്. ഞാൻ പണ്ടൊക്കെ, ഇപ്പൊ നമ്മളെ ഒരുപാട് തെറി വിളിക്കുമ്പോ അങ്ങോട്ട് വിളിക്കാറുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് മോശമായിട്ട് ഒരാളെയും പറയാറില്ല. തെറി വിളിക്കുന്ന തെറി ലൈവുകളുണ്ട്, ഞാൻ അങ്ങനെ തെറി വിളിക്കാറില്ല. ഈ തെറി വിളിക്കുന്നവർക്ക് എപ്പോഴെങ്കിലും ഒരു തിരിച്ചു മറുപടി കൊടുക്കണം തോന്നിയിട്ടില്ലേ? കൊടുക്കാറുണ്ടല്ലോ. ലൈവില് എന്നെ വിളിച്ചാൽ ഞാനും തിരിച്ചതിനപ്പുറം വിളിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. അവര് പറയുന്നത് നമ്മള് കാരണം നമ്മുടെ മൊബൈല്, നമ്മുടെ നെറ്റ്, നമ്മളിരിക്കും, നമ്മുടെ സമയം കളഞ്ഞിരിക്കുന്നു. അവര് പറയുന്നത് കേൾക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അവര് കാണരുത്, ബ്ലോക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, സ്ക്രോൾ ഓപ്ഷൻ ഉണ്ടല്ലോ, എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട് അവർക്ക്. റൈറ്റ്. ഓക്കെ സച്ചു, ഡാൻസ് പൊതുവെ നന്നായിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, നല്ല രസമുണ്ട്. പഠിച്ചിട്ടുണ്ടോ കുട്ടിക്കാലം മുതൽ ഡാൻസ്? പഠിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ കണ്ടുപിടിക്കുക തന്നെ, അത്രേ ഉള്ളൂ. പഠിച്ചിട്ടൊന്നുമില്ല. നമ്മളൊരു സംഭവം കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം കാണുമല്ലോ, അത് ചെയ്യണമെന്ന്. അങ്ങനെ അതിന്റെ പുറത്ത് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല. എന്റെ നാട്ടിൽ ട്രിവാൻഡ്രം. അവിടെ എങ്ങനെയാ നാട്ടുകാര് ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിനെ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരാണ്. സത്യം. വീട്ടില് പ്രശ്നമൊന്നുമില്ല. എന്റെ വീട്ടില് എനിക്ക് 5 അമ്മമാരുണ്ട്. 5 പേരോ? അമ്മയും അമ്മയുടെ അനിയത്തിമാര്, അങ്ങനെ 5 പേരുണ്ട്. 5 പേർക്കും ഒരു ഓമന പുത്രനാണ് ഞാന്. പ്രത്യേകിച്ച് അമ്മയെന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര സെന്റി ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും എനിക്ക് എന്റെ ഒരു ജന്മമെങ്കിലും വീണ്ടും എനിക്ക് അമ്മയുടെ മകനായിട്ട് ജനിക്കണം. കാരണം എന്റെ ഈ ലൈഫില് എന്റെ അമ്മയ്ക്ക് നല്ലൊരു മകനായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സമയം വരെ. കാരണം ഒരച്ഛനമ്മയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും പുറത്താണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ പ്രായത്തിലും നമ്മുടെ അച്ഛനമ്മമാരോട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കടമയുണ്ട്. കാരണം നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, കളിക്കേണ്ട സമയത്ത് കളിക്കണം, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യണം, നമ്മൾ കല്യാണം കഴിക്കേണ്ട സമയത്ത് കല്യാണം കഴിക്കണം. നമ്മൾ ജനിച്ച് വീഴുമ്പം കാണുന്ന ഒരു സന്തോഷം നമ്മുടെ അച്ഛനമ്മയുടെ മുഖത്ത്, അത് നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ അവരുടെ മുഖത്ത് കാണണം.
അപ്പൊ എനിക്ക് ആ ഒരു കാര്യം സാധിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യത്തില് ഞാൻ എന്റെ അമ്മയ്ക്ക് നല്ലൊരു മകനല്ല എന്നാണ് എൻ്റെ ഒരു തോട്ടാണ് കേട്ടോ. എന്താണ് സംഭവിച്ചത് അപ്പോ? കാരണം ഞാന് സംഭവിക്കൊന്നുമില്ല. ഞാനൊരു 6 വർഷം ഒരു കുട്ടിയെ സ്നേഹിച്ചാണ്. അത് പെൺകുട്ടി പെൺകുട്ടിയല്ലേ സ്നേഹിക്കുന്നത്? അല്ല, പൊതുവെ ആമ്പിളേരെ സ്നേഹിക്കുന്ന എന്റെ നാട്ടിലൊക്കെ ചോദിക്കേണ്ട ഒരു കാര്യം. അതാണ് അതുകൊണ്ട് എടുത്ത് വെച്ചതാ. അപ്പൊ അങ്ങനെ 6 വർഷം സ്നേഹിച്ച്, അപ്പൊ തുടക്കത്തിൽ തന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു, വീട്ടുകാരായിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ട് ഇഷ്ടമല്ലായിരുന്നു. അവിടെ നിന്ന് അത് ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്ന് 6 വർഷം കല്യാണം വരെ കൊണ്ടെത്തിച്ചു. കല്യാണത്തിന് 2 മാസം കഴിഞ്ഞപ്പോൾ 2 മാസം കിടക്കെ, കല്യാണം ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് 2 മാസം കിടക്കെ ആ കുട്ടി വേറെയുടെ കൂടെ പോയി. അപ്പോൾ എൻ്റെ 6 വർഷമല്ല, എൻ്റെ ഒരു ലൈഫ് മുഴുവൻ ഞാൻ സ്പെൻഡ് ചെയ്തൊരു കാര്യമാണത്. അപ്പൊ അതിൽ ഭയങ്കര, പിന്നെ അങ്ങോട്ട് ആ കല്യാണം ഒന്ന് വേറെ ഒരുപാട് കല്യാണമൊക്കെ ഇങ്ങനെ നോക്കി, പക്ഷേ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ലൈഫിൽ, എൻ്റെ ഒരു ഫീലാണ് കേട്ടോ, നമുക്ക് ലൈഫിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ മറ്റുള്ളവർ പറയും അവള് പോയ ഇവളില്ലേ, അവള് പോയ ഇവളില്ലേ. ബാക്കി നമ്മൾ ജീവിക്കുന്നതൊക്കെ അഭിനയമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബക്കാർക്കില്ലേ, നാട്ടുകാർക്കില്ലേ, സമൂഹത്തിന് വേണ്ടി നമ്മൾ അഭിനയിക്കുകയാണ് വേറൊരാളുടെ കൂടെ എന്നാണ് എനിക്ക് ഫീൽ. അതോടെ ആ സംഭവം വെച്ച് നിർത്തിയതാ. പിന്നെ ഭയങ്കര ഡിപ്രഷനും സൂയിസൈഡും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അതിന്റെ ബാക്ക്. ശ്രമിച്ചിട്ടുണ്ടോ? സൂയിസൈഡ് ശ്രമിച്ചിട്ടുണ്ടോ? ആ, സൂയിസൈഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ ബ്രദർ കണ്ടിട്ട് വന്നിട്ട് അങ്ങനെയാ ഞാൻ രക്ഷപ്പെട്ടത്. പിന്നെ അതോടെ ആ സംഭവം. അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ്. അതിനുശേഷമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവ് ആയത്. പിന്നെ ശരിക്കും പറഞ്ഞാല് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതിനു ശേഷം നാട്ടുകാർ എന്താ പറയാറുള്ളത്? ഇതുപോലൊക്കെ പറയാറുണ്ടോ? അല്ലെങ്കിൽ നാട്ടുകാർ കുറെ പേര് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും എന്താ പറയാ, എനിക്ക് ഇന്നേ വരെ നാട്ടുകാരൊന്നും പറയുന്നത് എനിക്കൊന്നും ഫീൽ ആയിട്ടില്ല. അതൊക്കെ എന്നാ പറയാ. പക്ഷെ എന്റെ ലൈഫിൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ അത് നേരത്തെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം. അതെന്ന് പറഞ്ഞാല്, നമ്മള് ഒരു കല്യാണത്തിന് വേണ്ടി ഫോട്ടോ എടുക്കുന്ന സമയത്ത്, കൂട്ടുകാരനല്ല, എൻ്റെ കൂടപ്പിറപ്പാണ്. കാരണം അറിവായ കാലം തൊട്ട് എൻ്റെ അമ്മ കുഞ്ഞുനാൾ തൊട്ട് ഗൾഫിൽ പോയതാ. എൻ്റെ ഒരു 5-6 വയസ്സായപ്പോ. അപ്പോൾ ഓന്റെ വീട്ടിലാണ് നമ്മൾ ഒരു കുറേ കാലം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അവന്റെ അമ്മ വെച്ചിരുന്ന ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഒരിടത്ത് കിടന്നുറങ്ങി, ഒരിടത്ത് അങ്ങനെ വളർന്നാണ്. പക്ഷെ ഒരു സമയത്ത് ഞാൻ ഗൾഫിലൊക്കെ പോയിട്ട് വന്നിട്ട് അങ്ങനെ ഒരു കല്യാണ സമയത്ത് ഒരു ഫോട്ടോ എടുക്കാൻ സമയത്ത് വിളിച്ചിട്ട് വന്നില്ല. അപ്പോ അവ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇനി നിന്റെ കൂടെ ഫോട്ടോ എടുത്ത് എന്നെയും പറയില്ലേ, അങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര എന്താ പറയുന്ന പറഞ്ഞത്? എന്ത് കാര്യം പറഞ്ഞു? അല്ല, നമ്മള് കൂടുതൽ കമന്റ് വരുന്നത് കുണ്ടൻ എന്നൊക്കെ അല്ലേ, അപ്പൊ ഇനി നിന്റെ ഫോട്ടോ എടുത്ത് അങ്ങനെ എന്നെയും പറയില്ലേ എന്ന്. അത് എനിക്ക് എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ശരിക്കും അങ്ങനെ വിളി കേൾക്കുമ്പോൾ എന്താ തോന്നാറുള്ളത്? എനിക്കൊന്നും തോന്നാറില്ല. കാരണം വിളിക്കുന്നവര് വിളിച്ചോട്ടെ, എനിക്കൊന്നും തോന്നാറില്ല അങ്ങനെ. കൂട്ടുകൂടാൻ പഠിക്കാറുണ്ടോ ഇതുപോലെ? സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിൽ എനിക്ക് ഒരു ഫ്രണ്ട് ഇല്ല, ബെസ്റ്റ് ഫ്രണ്ട്. കാരണം എന്നെ കേട്ടിരിക്കാൻ, എനിക്കൊരു സംഭവം ഉണ്ടായാല്, ഒരു വിഷമം ഉണ്ടായിരുന്നാല്, എടാ പോട്ടെ, ഞാനില്ലേ, നമ്മളില്ലേ എന്ന് പറയാൻ ഒരു ഫ്രണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് എന്റെ ലൈഫിൽ ഇന്നേ കണ്ടിട്ടില്ല. എന്റെ കൂടെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാം, അതിപ്പം ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും എന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രണ്ട്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പൊ പൈസ പരമായിട്ടാണെങ്കിൽ വേറെ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മളൊരു മിഷ്യൻ പോലെ യൂസ് ചെയ്തിട്ട് ആവശ്യം കഴിയുമ്പോൾ നമ്മൾ കളയില്ല. അങ്ങനെ ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള. പൈസയുടെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഈ ഒരു നാട്ടിൽ നിന്ന് 7-8 മാസമാണ്. കാരണം പൈസയാണ് എല്ലാം എന്ന് മനസ്സിലാക്കിയ ഒരു 7-8 മാസമാണ് ഈ നാട്ടിൽ നിന്ന് സമയം. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര മോശക്കാരനാണെങ്കിലും നമുക്ക് സമൂഹത്തിൽ നിന്നാലും ആളുകളിൽ നിന്നാലും അംഗീകാരം കിട്ടും, നമുക്ക് റെസ്പെക്ട് കിട്ടും. പക്ഷെ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് അറിഞ്ഞാൽ നമ്മൾ ആളുകൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, കൂട്ടത്തിൽ കൂട്ടാറില്ല. അങ്ങനെ കുറെ സംഭവം ഞാനത് എന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച ഒരു 7-8 മാസമാണ് ഇപ്പം ഈ മുന്നിൽ കടന്നുപോയ സമയം. അപ്പൊ ഈ ആ ഒരു അഫയർ ഉണ്ടായിരുന്ന ടൈമില്ലേ, അപ്പോഴും ഈ ലുക്കായിരുന്നു? ഇല്ല, അപ്പോഴൊക്കെ ഞാന് അപ്പോഴൊക്കെ എന്നെ കണ്ടാൽ നിങ്ങളൊന്നും തിരിച്ചറിയില്ല. അങ്ങനൊരു സംഭവമായിരുന്നു. ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു. ഫോട്ടോ ഒക്കെ ഉണ്ട് എന്റെ, ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫോട്ടോ ഒക്കെ എന്റെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണത്തിന് റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു, കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തു, അതിനുശേഷം. പിന്നെ അതിന് ഇപ്പം ഈ പറയുന്ന പോലെ താങ്കളുടെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെന്നുള്ള ഒരു ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്നത്, അതൊക്കെ കഴിഞ്ഞ് ഡിപ്രഷൻ, സൂയിസൈഡ് ഒക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്, ഞാൻ ആക്റ്റീവ് ആവുന്നത്. അപ്പോഴൊന്നുമില്ല. സോഷ്യൽ മീഡിയ നെഗറ്റീവ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കേട്ടിട്ട് റീച്ച് ആയപ്പോ പിന്നെ അങ്ങനെ നമ്മൾ പിന്തുടരുകയാണ് ചെയ്യുന്നത്.
കാരണം നമ്മൾ പോസിറ്റീവ്ലി നമ്മൾ സോഷ്യൽ മീഡിയയിൽ അറിയണമെങ്കിൽ നമ്മൾ അത്രയും നമ്മൾ കണ്ടന്റ് വീഡിയോകളോ അത്രയും റീച്ച് ആവുന്ന സംഭവങ്ങളോ നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ ഒരാളില്ല. അപ്പൊ മനഃപൂർവ്വമാണ് ഇത്തരത്തിലുള്ള വീഡിയോകള് അത്രേ ഉള്ളൂ, മനഃപ്പൂർവ്വം അത്രേ ഉള്ളൂ. കാരണം നമുക്കിപ്പം വീട്ടിൽ നിന്ന് പിള്ളേരുടെ അടുത്ത് ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞാൽ അവരെടുത്ത് തരും. അല്ല നമുക്ക് ക്യാമറമാരോ കൂടെ അഭിനയിക്കാനോ അങ്ങനെയൊന്നും ഒരാളില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ഡാൻസ് കളിക്കാം, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു ഓൺ വോയിസ് ചെയ്യാൻ പറ്റിയ ഇതിൽ നമ്മൾ ചെയ്യുന്നത്. അതിപ്പോ ആരെയും വിളിച്ചിട്ട് ക്യാമറ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് പോസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പോസ്റ്റ് ചെയ്യുന്നത് തെറിയേക്കുന്നു, തെറി കേൾക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യണമെന്ന് പറയാം അല്ലെ? തെറി കേൾക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു. എനിക്ക് അതിനോടും താല്പര്യമില്ല. പ്രൊമോഷൻ ഒരുപാട് ഞാൻ നാട്ടിൽ വന്ന സമയത്തിന് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. എനിക്ക് താല്പര്യമില്ല അതിനോട് പ്രൊമോഷൻ. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മൾ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു പോകുന്നല്ലാതെ ഇങ്ങനെ അങ്ങനെയില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഫേസ്ബുക്കിൽ തന്നെ എനിക്ക് 85K ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു 10 ദിവസമായിട്ടുള്ളൂ ഫേസ്ബുക്കില് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിട്ടിട്ട് അക്കൗണ്ടിൽ ആഡ് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പോഴാണ് അതിലൊരു $10-15 എന്തോ ആയി വന്നെന്ന് തോന്നിപ്പോ. അങ്ങനെ പറഞ്ഞില്ലേ പൈസയാണെല്ലാം, അപ്പൊ അത് എന്തുകൊണ്ടൊരു വരുമാന മാർഗമാക്കിക്കൂടാ? ഇപ്പം നമ്മള് ഇപ്പൊ ഞാൻ കുറച്ച് ഇപ്പൊ കേട്ടോ ഈ ഒരു മാസമായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ, അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റയിലൊക്കെ ആഴ്ചയിൽ 1-2 വീഡിയോസ് ഒക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴും കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കണ്ടന്റ് വീഡിയോ ഒക്കെ എഴുതാറുണ്ട്, ചെയ്യാറുണ്ട്. കണ്ടന്റ് വീഡിയോ എന്ന് വെച്ചാല് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അതിനൊന്നും തെറിയില്ല കേട്ടോ, ഫുള്ള് പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാ കിട്ടുന്നത്. ഡാൻസിന് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ തെറി. ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു വീക്ക്നെസ് ആണ്. പഠിക്കാണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തില് അല്ലെ സ്ത്രീവേഷം കെട്ടിയിട്ട് വിളക്കെടുക്കാണോ ചെയ്യാ? വിളക്കെടുക്കുന്നത് അല്ലെ? അത് ശരിക്കും ഒരു നാട്ടുകാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവിടുത്തെ ആൺകുട്ടികൾ ചെയ്യുന്ന കാര്യമാണ്. സോ അവിടേക്ക് ഈ ട്രാൻസ്ജെൻഡറിന്റെ വല്ലാത്തൊരു പ്രസരണം ഉണ്ടായി കഴിഞ്ഞപ്പോഴ് ഞാൻ പറയട്ടെ, അത് ഈ സമയമാകുമ്പോൾ കുറെ ഒരു ചുരുക്കി പറയാൻ കുറച്ച് പേര് ഇത് ഈ അവിടെ ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വരുന്ന കുറച്ച് പേരുണ്ട്. അല്ലാതെ ദേവിയെ തൊഴാനും ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കാനും വരുന്ന കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ട്രാൻസ്വുമൻ ഉണ്ട്. പക്ഷെ ഇത് കാണിക്കാൻ വേണ്ടി വരുന്ന കുറച്ച് പേരുണ്ട്. അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇപ്പോ ഈ കൊറ്റംകുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ ഈ ഒരു ചടങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ടവർ തന്നെ പലരും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ അതിന്റെ മറവിൽ വേറെ പലതും നടക്കുന്നുണ്ട്. അതിൽ സത്യമുണ്ടോ? ഞാൻ ആകെ ഒരു തവണ പോയിട്ടുള്ളത്. പക്ഷെ ഞാൻ അന്ന് ജാസി ആഷി ഞാൻ അവരോടെയാണ് പോയത്. ഇത് അന്ന് തന്നെ വലിയ വിവാദമായല്ലോ, ജാസി ആഷി അല്ലെ? ഞങ്ങൾ കത്തിച്ചില്ലേ അന്ന്. അപ്പോ എന്തായിരുന്നു ആ വിവാദം? എന്ത് കാരണം? അല്ല, അത് ഒന്നാമത്തെ കാര്യം വെച്ചാല് ഞാൻ ജാസി ഇട്ടിട്ട് ഓടി എന്ന് പറഞ്ഞ ഒരു സംഭവം. എങ്ങോട്ട് ഓടിയേ? അത് അങ്ങനെയല്ല. അതെന്ന് പറഞ്ഞാല് അപ്പൊ ഈ വിളക്കെടുക്കുന്നവർക്ക് മാത്രമേ അമ്പലം ചുറ്റാൻ പറ്റുള്ളൂ, ഈ വിളക്കും കൊണ്ട്. അപ്പൊ ജാസി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാല് ഞാനിവിടെ നിൽക്കാം, നീ പോയിട്ട് ചുറ്റിയിട്ട് വായോ. അപ്പൊ ഞാൻ ഈ അമ്പലം ചുറ്റാൻ പോയ സമയത്താണ് ഈ കമ്മിറ്റിക്കാർ വന്നിട്ട് ഓൺലൈൻ മീഡിയാസ് വന്ന് പൊതിഞ്ഞപ്പോഴും അവിടെ ബ്ലോക്ക് എന്തോ ആയിട്ട് അങ്ങനത്തെ പ്രശ്നമാണ്. അല്ലാതെ ഞാൻ ജാസി ഇട്ടിട്ട് ഓടിയതോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. പക്ഷെ അവ തിരിഞ്ഞു വന്നതെന്ന് വെച്ചാല് ഞാൻ ജാസി കമ്മിറ്റിക്കാർ പിടിച്ചപ്പോ ഞാൻ ഓടിയെന്ന്. എന്തൊക്കെ പറയുന്നു. ഓക്കെ, കൊറ്റംകുള അവിടെ നമുക്ക് തുടങ്ങാം. തോന്നിയിട്ടുണ്ടോ? നടക്കുന്നുണ്ട്. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിനായിട്ട് വരുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതിനായിട്ട് വ്യക്തമായിട്ട് ഞാൻ പറയണം. അല്ല, എനിക്ക് ക്ലിയർ ആയില്ല. അതൊന്ന് ക്ലിയർ ആക്കി തരാണെങ്കിൽ ഓക്കെ. നമ്മള് കൊറ്റംകുളങ്ങളിൽ പോയിട്ടില്ല, പക്ഷെ അവിടെ പൊതുവെ ആൺകുട്ടികൾ സ്ത്രീവേഷം കെട്ടി എടുക്കണമെന്ന് പറയാം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇപ്പോ കുറെ എന്താ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറ്റം പറയില്ല നമ്മള്, പക്ഷെ അവിടേക്ക് ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നു. പിന്നെന്താണ് അതിന്റെ മറവിൽ നടക്കാനുള്ളത്? ട്രാൻസ്ജെൻഡേഴ്സ് അല്ല കേട്ടോ, അല്ലാതെ ഈ വിളക്കെടുക്കാൻ വേണ്ടി വരുന്ന കുറെ ടീംസ്, ഇങ്ങനെ ഇതിനായിട്ട് വരുന്ന കുറെ ടീംസ് ഉണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് അല്ല ഈ പറയുന്ന, പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെ വരുന്നു എന്നാണ്. പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സ് അല്ല, ഇതിനായിട്ട് വേറെ കുറെ ടീമുകൾ വരുന്നുണ്ട്. ഇതിനായിട്ട് വരുന്നുണ്ട്, വിളക്കെടുത്തിട്ട് ഓരോ റൂമുകൾ എടുത്തിട്ട് അങ്ങനെ കുറെ പരിപാടി. നേരത്തെ പറഞ്ഞ ഈ കുണ്ടൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ കുറെ പരിപാടിക്ക് വരുന്ന കുറെ ടീമുണ്ട് ഇതിന്റെ ഇടയിൽ. അങ്ങനെയുണ്ട്. അതൊരു ആചാരത്തിന്റെ പേരിൽ അങ്ങനെ നമ്മള് ലൈഫിൽ ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം, ഞാനും ഒരുപാട് മോശപ്പെട്ട ആളാണ്. ഞാനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരുപാട് മോശപ്പെട്ട ആളാണ് ഞാൻ.
പക്ഷെ നമ്മളത് ഒരു അമ്പലത്തിൽ താങ്കൾക്ക് അങ്ങനത്തെ ഏതെങ്കിലും രീതിയിലുള്ള ആരെങ്കിലും ബിഹേവിയർ ആണ് ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് അതുകൊണ്ട് പക്കയായിട്ട് നിൽക്കുന്ന ഒരു മാനിൽ നിന്ന് താങ്കൾക്ക് പിന്നെ ഉണ്ടായിട്ടുണ്ട് 100%. ഞാൻ പറയട്ടെ, ഈ ആണെന്ന് പറയുന്നതില് ഒരു 90% ആളും ബൈസെക്ഷൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യമാണ്. കാരണം 10% ഉണ്ട് ഇതിനോട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള, ബാക്കി 90% ആളുകളും ബൈസെക്ഷൽ ആയിട്ടുള്ള. അതെങ്ങനെ പറയാൻ പറ്റിയ? അത് ഓരോരുത്തരുടെ അനുഭവം അല്ലേ, അത് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ കൊച്ചു കുട്ടിയാണോ? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, ഞാൻ ചോദിച്ചതാണ്. സാധാരണ ഞങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നല്ല, ആ പെൺകുട്ടിക്ക് അത് മനസ്സിലായി അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ആണായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? അല്ല, നമ്മളിതുവരെ ബൈസെക്ഷൽ ആയിട്ടുള്ള ആരായിട്ടും കണക്ട് ആയിട്ടില്ല. അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഒരാൾ ചെയ്തിട്ടല്ലല്ലോ ഒരാള് കാര്യങ്ങളൊക്കെ അറിയുന്നത്. നമ്മൾ സമൂഹത്തിൽ എല്ലാം നമ്മളെ അനുഭവത്തിൽ വന്നിട്ടാണോ നമ്മളൊരു കാര്യം അറിയുന്നത്? അല്ല, നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് എക്സ്പീരിയൻസ്. അങ്ങനെയല്ല, നമ്മളായിട്ട് പുരുഷന്മാരില് ഭൂരിഭാഗം പേരും ബൈസെക്ഷൽസാ. അത് നമ്മൾ തുറന്നു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? യെസ്, മനസ്സിലായി. ഗേൾസിലും കുറെയൊക്കെ ഉണ്ട്. ഇപ്പൊ മാറുന്നില്ലേ ഒരുപാട്? പണ്ടും ഉണ്ട്, പക്ഷെ പണ്ടൊക്കെ ആളുകൾക്ക് അത് തുറന്നു പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷെ യെസ് 100%.